കൊല്ലം ചവറയിലെ വട്ടത്തറ എന്ന ചെറുപ്രദേശം, അവിടെ മധ്യവയസ്കയായ വയോധികയായ സുലേഖ ബീവിയെ പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ ഒരു തിരച്ചിൽ നടത്തുന്നു. നാട്ടുകാർ സുലേഖ ബീവിയുടെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്കെത്തിയ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. അവിടെ ഒരു മൃതദേഹം കിടക്കുന്നു. കഴുത്തറുത്ത നിലയിൽ കട്ടിലിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ സുലേഖ ബീവിയുടെ മൃതദേഹം. തൊട്ടടുത്തു തന്നെ മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ച്, മുംതാസ് എന്ന പേരുള്ള മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ച് വയ്യാതെ കിടക്കുന്നു. പക്ഷെ ഇതൊന്നും കണ്ട് കൂസലില്ലാതെ ലഹരിക്കടിമയായ 28 വയസ്സുകാരനെ ഷഹനാസ് ആ വീട്ടിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. പോലീസിനെ നാട്ടുകാർ വിളിക്കുന്നു. പോലീസ് എത്തി ഷഹനാസിനെ പിടികൂടുന്നു. അങ്ങനെ കൊല്ലത്തുനിന്ന് രാത്രി വൈകി വരുന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ലഹരിക്കടിമയായ ചെറുമകനെ 28 വയസ്സുകാരൻ പെൻഷൻ തുക ആവശ്യപ്പെട്ട് അത് നിരസിച്ചതിലെ വിരോധത്തിൽ മുത്തശ്ശിയെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ മുമ്പാണ് കൊലപാതകം നടന്നെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന പ്രതി ഷഹനാസിന്റെ മാതാവ് മുംതാസിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ്. ഷഹനാസ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്. ഈ പറയുന്ന ഷഹനാസിന് നേരത്തെ 2 കേസുകളുണ്ടെന്ന കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തത വരുന്നു. പക്ഷേ കേസുകളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്തായാലും ലഹരിക്കടിമയാണെന്ന് പ്രദേശവാസികളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ലഹരിക്കടിമയായ ഒരു യുവാവിന്റെ കൊടും ക്രൂരത, ലഹരി അത് എത്രത്തോളം പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു, അത് ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഉറ്റവരെ പോലും ഇല്ലാതാക്കാൻ മാത്രം ഉതകുന്ന പ്രേരണ, ലഹരിയായി, ശക്തിയായി ലഹരി മാറുന്നു എന്ന് അടക്കമുള്ള ഭയാനകമായ ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന, ഭയാനകമായ പാഠങ്ങൾ നൽകുന്ന ഒരു കൊടും പാതകത്തിന്റെ വാർത്തയാണ് കൊല്ലം ചവറയിൽ രാത്രി വൈകി വരുന്നത്. അരുൺ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി പോന്നിരുന്നത്. അരുൺ, ഇപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അരുൺ രാജ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഈ നാട്ടുകാർ സുലേഖ ബീവിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇത്തരത്തിലൊരു കൊടും കൃത്യത്തിന്റെ വാർത്ത പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ക്രൂര കൊലപാതകം നടത്തി അതേ വീട്ടിലൊരു കൂസലുമില്ലാതെ നിൽക്കുകയായിരിക്കും പ്രതി, അല്ലേ? യാതൊരു വിധത്തിലുള്ള ഈ കൊലപാതകം അടക്കം നടത്തിയ ശേഷം ഈ വീട്ടിൽ തന്നെ തുടർന്നു ഈ പ്രതി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാട്ടുകാർ ഈ സുലേഖ ബീബിയെ കാണാത്തതിനെ തുടർന്ന്, ഈ മുംതാസിനെയും സുലേഖ ബീബിയെയും കാണാത്തതിനെ തുടർന്നാണ് ഈ അന്വേഷണം നടത്തുന്നത്. കാരണം ഇവർ എവിടെയുണ്ട്, ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ നാട്ടുകാർ നടത്തിയ പരിശോധനയാണ്. ആ പരിശോധനയ്ക്കൊടുവിലാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ വീട്ടിന്റെ കതക് തുറന്ന്, ഈ കതക് നാട്ടുകാർ തന്നെ ചവിട്ടിപ്പൊളിച്ച് തുറന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. നാട്ടുകാർ അവിടെ തുറന്ന് അകത്ത് പരിശോധിച്ചപ്പോൾ ഈ മുംതാസ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായി കാണുന്നത്. തുടർന്ന് അതിന്റെ കാര്യം തിരക്കിയപ്പോഴാണ് ഈ മുത്തശ്ശിയെ ഈ തന്റെ മകൻ കൊന്നു എന്നുള്ളത്, തന്റെ മകൻ കൊന്നു എന്നുള്ള വിവരം ഈ നാട്ടുകാരോട് ഈ മുംതാസ് പങ്കുവെക്കുന്നത്. സുലേഖ ബീബിയുടെ മൃതദേഹം കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ നാട്ടുകാർ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിനെ. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധന, ആ പരിശോധനയിലാണ് ഒടുവിൽ ഷഹനാസ് ആണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയത്. ഒടുവിൽ ഷഹനാസുമായി പോലീസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായി. കാരണം ആ നാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ആ നാട്ടിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രതിഷേധമുണ്ടായി. ഒടുവിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി വളരെ പടിപ്പെട്ടാണ് ഷഹനാസിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോലീസ് ഈ ഷഹനാസിൽ നിന്ന് ആദ്യഘട്ടത്തിൽ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നുള്ളത് തേടിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ നാട്ടുകാരിൽ നിന്നും മുംതാസിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ മയക്കുമരുന്ന് ലഹരിയിൽ സ്വന്തം മകൻ, അഭിഭാഷകനായ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയ വാർത്തയുടെ നടുക്കം മാറും മുമ്പാണ് സമാനമായ ലഹരിക്കടിമയെ ചെറുമകൻ മുത്തശ്ശി അതിക്രൂരമായി ചവറയിൽ കൊലപ്പെടുത്തിയ വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നത്. നിലവിൽ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പെൻഷൻ തുക ആവശ്യപ്പെട്ടു നിരസിച്ചിലെ വിരോധത്തിലാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ വീട്ടിൽ തുടർന്ന പ്രതി പിന്നീട് നാട്ടുകാർ വയോധികയെ സുലേഖ ബീവിയെ കാണാതായതിനെ തുടർന്ന് വീട്ടിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോഴും കൂസലില്ലാതെ നിൽക്കുകയായിരുന്നു ലഹരിക്കടിമയെ പ്രതി ഷഹനാസ്. പിന്നീട് പോലീസ് എത്തി പിടികൂടിയിരിക്കുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഷഹനാസ് കസ്റ്റഡിയിലാണ്. ഈ കൃത്യമൊക്കെ കണ്ട് ഭയന്ന് വിറച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച മാതാവ് മുംതാസ് ഇപ്പോൾ ഏകദേശം ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. മുംതാസിന്റെ മൊഴിയെടുക്കുകയാണ്. എന്തായാലും കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, സംഭവിച്ചെന്ത് മോട്ടീവ് അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.